എല്ലാവർക്കും നെടുമങ്ങാട് ദ്രോണ PSC കോച്ചിങ് സെന്ററിന്റെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ന്യൂറോൺ, നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളായ ന്യൂറോണിനെയും നാഡിയെയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ന്യൂറോൺ അഥവാ നാഡീകോശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ തന്നെ പ്രധാനപ്പെട്ട ഫംഗ്ഷണൽ യൂണിറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡീകോശം അഥവാ ന്യൂറോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്നോ നെർവ് സെൽ എന്നോ നമ്മൾ വിളിക്കുന്നു. അപ്പൊ കാരണം പ്രധാനമായിട്ട് ഒരൊറ്റ കോശത്തെയാണ് നമ്മൾ നാഡീകോശം എന്ന് പറയുന്നത്. ഈ നാഡീകോശത്തിന് പ്രധാനമായിട്ടും അതിന്റെ സഞ്ചാര ദിശയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് സംവേദ നാഡീകോശം എന്നും രണ്ട് പ്രേരക നാഡീകോശം എന്നും രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് സംവേദ നാഡീകോശം എന്നും മറ്റൊന്നിനെ പ്രേരക നാഡീകോശം എന്നും രണ്ടായി അതിന്റെ സഞ്ചാര ദിശയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. അപ്പോ സംവേദ നാഡീകോശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് സംവേദ ആവേഗങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും, അതായത് അങ്ങോട്ട് കൊണ്ടുപോകുന്നവരാണ് സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നതാണ് സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ, അതായത് പ്രേരക ആവേഗങ്ങളെ ശരീരഭാഗങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ സഞ്ചാര ദിശ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ നാഡീകോശം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒറ്റ കോശത്തെയാണ് നമ്മൾ നാഡീകോശം എന്നോ ന്യൂറോൺ എന്നോ നെർവ് സെൽ എന്നോ വിളിക്കാറുള്ളത്. പക്ഷെ നാഡി എന്ന് പറയുമ്പോൾ നമ്മുടെ നാഡീകോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് നാഡി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെയാണ് നമ്മൾ നാഡി എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നുകിൽ ആക്സോണുകളുടെ കൂട്ടത്തെയോ നാഡീകോശങ്ങളുടെ കൂട്ടത്തെയോ നാഡീ തന്തുക്കളുടെ കൂട്ടത്തെയോ നമുക്ക് നാഡി എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരൊറ്റ സെല്ലാണെങ്കിൽ അത് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡി എന്ന് പറയുന്നത്. അപ്പോ ആക്സോണുകളുടെ കൂട്ടം എന്ന് പറയാം. ആക്സോണുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അത് നാഡിയാണ്. നാഡീ തന്തുക്കളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ നാഡീ തന്തുക്കളുടെ കൂട്ടത്തെ നമ്മൾ നാഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും നാഡി നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമുക്ക് നാഡികളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ സംവേദ നാഡീകോശമായതുകൊണ്ട് തന്നെ ഇതിനെ സംവേദ നാഡി എന്ന് പറയുന്നു, സംവേദ നാഡി. രണ്ടാമത്തത് പ്രേരക നാഡി എന്ന് പറഞ്ഞത്, നാഡീകോശം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനെ പ്രേരക നാഡി എന്നും പറയാറുണ്ട്. ഇനി സംവേദ നാഡീ കോശങ്ങളും പ്രേരക നാഡീ കോശങ്ങളും കൊണ്ട് രണ്ടും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു നാഡിയുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സമ്മിശ്ര നാഡി. മനസ്സിലായല്ലോ? അപ്പൊ നേരത്തെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് സഞ്ചാര ദിശയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് മസ്തിഷ്കത്തിലേക്ക് സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നത് സംവേദ നാഡീകോശവും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് വരുന്നത് പ്രേരക നാഡീകോശവുമാണ്. ഇനി നാഡി എന്ന് പറയുമ്പോൾ ഇവയുടെ നാഡീ തന്തുക്കളുടെ കൂട്ടത്തെയാണ്. അതായത് നമുക്ക് ഇതൊരു ആക്സോൺ ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ആക്സോണുകളുടെ ഒരു ഗ്രൂപ്പ്. അപ്പൊ ഇതൊരൊറ്റ യോജനകല കൊണ്ട് ഇതിനെ ആവരണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേറൊരു ഗ്രൂപ്പ്, ഇതുപോലെ വേറൊരു ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കൂട്ടത്തെ എല്ലാം കൂടി അതിന്റെ ഒരു ബണ്ടിലിനെയാണ് നമ്മൾ സത്യം പറഞ്ഞ നാഡി എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ സെൽ ആണെങ്കിൽ അത് ന്യൂറോൺ ആണെങ്കിൽ നാഡീകോശം. ഇതുപോലെ തന്നെ ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത് നമ്മൾ നാഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ധർമ്മത്തിനനുസരിച്ച് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംവേദ നാഡീകോശം ചെയ്യുന്ന ജോലി തന്നെയാണ് സംവേദ നാഡി ചെയ്യുന്നത്, പ്രേരക നാഡീകോശം ചെയ്യുന്ന ജോലി തന്നെയാണ് പ്രേരക നാഡി ചെയ്യുന്നത്. ഇനി സമ്മിശ്ര നാഡിയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 പേര് ചെയ്യുന്ന ജോലിമാര് ചെയ്യുന്നുണ്ട് സമ്മിശ്ര നാഡി ചെയ്യുന്നത്. കാരണം ഇത് സംവേദ നാഡീകോശങ്ങളുടെ പ്രത്യേകതയും പ്രേരക നാഡീകോശങ്ങളുടെ പ്രത്യേകതയും കാണിക്കുന്നത് കൊണ്ട് ഇത് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ കൊണ്ടുപോവുകയും അവിടെ നിന്ന് തിരിച്ച് സന്ദേശങ്ങൾ ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു.